നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോയുടെ കവർ പേജ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാംഖ്യയിൽ തുടങ്ങി ബിംസ് 2.0 അവസാനിക്കുന്ന ആദ്യ നോട്ടത്തിൽ നമുക്കിത് വളരെ സങ്കീർണമെന്ന് തോന്നുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാംഖ്യയിൽ ബില്ല് ചെയ്ത് ബിംസ് 2.0 ബിൽ പ്രോസസ്സ് ചെയ്ത് ട്രഷറിയിൽ കൊടുത്ത് പണം മാറിയെടുത്തിട്ടുള്ള ഒരുപാട് ക്ലർക്കുമാരും DDOമാരും ഉണ്ടെന്നറിയാം. എങ്കിലും ഇതറിഞ്ഞുകൂടാത്ത കുറച്ച് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബെനിഫിഷ്യറി മാപ്പിംഗ്, അത് സാംഖ്യയിൽ നടക്കുന്നു. അതുകൂടാതെ സാംഖ്യയിൽ ഒരു പ്രോജക്റ്റിന്റെ റിക്വസിഷൻ കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ ബിൽ ജനറേഷൻ, പിന്നെ ആ ബില്ല് ട്രഷറിയിലേക്ക് അയക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ. ബിംസിലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന ബില്ലുകളെ പ്രോസസ് ചെയ്ത് ബില്ല് അപ്രൂവ് ചെയ്ത് ബില്ല് സബ്മിഷൻ നടത്തുന്നതുവരെയുള്ള പ്രക്രിയ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സാംഖ്യയിലേക്ക് പോകാം ആദ്യം. അതിനുശേഷം നമുക്ക് ബിംസിൽ കടന്ന് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംഖ്യയിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തു. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ സാംഖ്യ പേജിലാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസിഷൻ കൊടുക്കുകയാണ്. പ്രോസസ് എന്നുള്ള ഈ പോർഷൻ നോക്കുക. പ്രോസസ്സിൽ റിക്വസിഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു പ്രോജക്റ്റ് നമ്പർ എൻ്റർ ചെയ്യണം. നോക്കുക, നമ്മുടെ സുലേഖയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിക്വസിഷൻ നൽകുന്നതിനായി ഞാൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മരുന്ന് വാങ്ങാനുള്ള പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സുലേഖയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 81 ആണ്. ഞാനിവിടെ 81 എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രോജക്റ്റ് നമ്പർ 81. അതിന്റെ പേര് പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് വാങ്ങൽ, ജനറലിലാണ്. 2,50,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരികയാണ്, ബെനിഫിഷ്യറി നോട്ട് മാപ്ഡ് വിത്ത് ദിസ് പ്രോജക്ട്. മാപ്പ് ദ പ്രോജക്ട് ആൻഡ് ബെനിഫിഷ്യറി, പ്രിപ്പയർ റിക്വസിഷൻ. അതായത് ബെനിഫിഷ്യറിയെ നമ്മൾ മാപ്പ് ചെയ്യണം. ആരിൽ നിന്നാണോ നമ്മൾ മരുന്ന് വാങ്ങുന്നത്, അതാണ് നമ്മുടെ സപ്ലയർ. ആ സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യണം? ബെനിഫിഷ്യറി ആയിട്ട് ഈ പ്രോജക്റ്റുമായിട്ട് മാപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അയാൾക്ക് ഈ പണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇത് ക്ലോസ് ചെയ്തിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മളിവിടെ സെറ്റിംഗ്സിൽ വരുന്നു. സെറ്റിംഗ്സ്, ഇവിടെ ശ്രദ്ധിക്കുക, ക്ലയന്റ് ഇൻഡിവിജ്വൽ എഡിറ്റ്, ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്ട് മാപ്പിംഗ് എല്ലാം കിടപ്പുണ്ട്. എന്താണിത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഒരു സാധനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്ട് മാപ്പിംഗ് ആണ്. ഇനി ഒരു ഇൻഡിവിജ്വലിന് ശമ്പളം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലയന്റ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഇൻഡിവിജ്വൽ ആണോ എന്ന് ആദ്യം നോക്കുക. നമുക്ക് ഒരു സപ്ലയർ ആണ് ഈ സാധനത്തിന്റെ ഇൻവോയ്സ് തന്നിരിക്കുന്നത്. ആ സപ്ലയർ ആവുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്ട് മാപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സാംഖ്യ ID നമുക്ക് വേണ്ടിവരും. നമുക്ക് ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന്, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് ഈ മരുന്ന് വിതരണം ചെയ്ത വകയിൽ എപ്പോഴെങ്കിലും പണം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഈ ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ചിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ ഇല്ലെങ്കിൽ മാത്രം ക്ലയന്റ് പ്രോജക്ട് മാപ്പിംഗിലേക്ക് പോകാൻ കഴിയും. നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ച് കൊടുക്കുകയാണ്. കൊടുത്തു. ഇവിടെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സാംഖ്യ ID, സ്ഥാപനത്തിന്റെ പേര്, മൊബൈൽ നമ്പർ, ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് ആ സ്ഥാപനത്തെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഇൻവോയ്സ് എടുക്കുക. ആ ഇൻവോയ്സിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ പേരുണ്ടാകും, മൊബൈൽ നമ്പർ അറിയാമെങ്കിൽ. പക്ഷേ ആ മൊബൈൽ നമ്പർ ഇതിൽ മാപ്പ് ചെയ്തിരിക്കുന്നതിന് മൊബൈൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ സ്ഥാപനത്തിന്റെ പേര്, അതാണ് ഏറ്റവും ലളിതമായ രീതി. നമ്മളിവിടെ സ്ഥാപനത്തിന്റെ പേര് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ സ്ഥാപനത്തിന്റെ പേര് ഞാൻ ഇൻവോയ്സിൽ നോക്കിയപ്പോൾ സ്പെല്ലിംഗ് തെറ്റാതെ ആ സ്ഥാപനത്തിന്റെ പേര് ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യൂ കൊടുക്കുകയാണ്. ഞാൻ വ്യൂ കൊടുത്തു. വ്യൂ കൊടുത്തപ്പോൾ ഇവിടെ നോ ഡാറ്റ അവൈലബിൾ എന്നാണ് കാണുന്നത്. വിഷമിക്കേണ്ട, നമ്മൾ അല്പനേരം വെയിറ്റ് ചെയ്യുക. മാക്സിമം 1 മിനിറ്റ്. അതിനകത്ത് വെച്ച് തന്നെ
നമുക്ക് ഡേറ്റ ഉള്ളതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ആ സ്ഥാപനത്തിന്റെ കുറേ സാംഖ്യ ഐഡികൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് ഈ സ്ഥാപനത്തിന് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് പണം അനുവദിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം, ഈ പേരിലുള്ള സ്ഥാപനത്തിന് മിക്കവാറും സ്ഥാപനങ്ങളിൽ നിന്ന് പേയ്മെന്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു സാംഖ്യ ഐഡി തിരഞ്ഞെടുക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ ആ ഇൻവോയ്സിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നോക്കുക. ആ ബാങ്ക് അക്കൗണ്ട് നമ്പറുള്ള സാംഖ്യ ഐഡി, ഈ അക്കൗണ്ട് നമ്പറാണ് ആ ഇൻവോയ്സിൽ അവർ തന്നിരിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് സാംഖ്യ ഐഡി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനത്തിന്റെ സാംഖ്യ ഐഡി നമ്മൾ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്റ്റ് മാപ്പിംഗിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സെറ്റിംഗ്സിൽ ചെല്ലുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്റ്റ് മാപ്പിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്റ്റ് മാപ്പിംഗ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രോജക്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനാണ്. നമ്മൾ ആ പ്രോജക്റ്റ് നമ്പർ നേരത്തെ 81 സെർച്ച് ചെയ്തു. അപ്പോൾ പറയുന്നു സെലക്ട് പ്രോജക്റ്റ്, ബെനിഫിഷ്യറി ടൈപ്പ്, ഇതെല്ലാം സെലക്ട് ചെയ്യാൻ പറയുന്നു. നമ്മൾ ആദ്യം പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. ഗുണഭോക്താവിന്റെ തരം നമുക്ക് അംഗീകൃത ഏജൻസി, അക്രഡിറ്റഡ് ഏജൻസി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മുടെ ഇത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ, ഇവിടെ ടിന്നുണ്ട്, ടാനുണ്ട്. നമുക്കെന്നാൽ സ്ഥാപനത്തിന്റെ ID കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത് മാത്രം മതിയാവും. അത് നമ്മൾ ഈ കോളത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മളത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആഡ് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്നു മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഫൗണ്ട്, സെലക്ട് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്ലിക്ക് അഗെയിൻ ആണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻവോയ്സിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ ഇതാണ് ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ഇൻവോയ്സിൽ തന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ആഡ് ചെയ്യുന്നു. ബെനിഫിഷ്യറി ആഡഡ് ടു ദ ലിസ്റ്റ്, എൻ്റർ കമ്മിറ്റി നമ്പർ, ഡേറ്റ്, അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമ്മളിവിടെ സേവ് ചെയ്യുകയാണ്. ഇവിടെ വേണമെങ്കിൽ കമ്മിറ്റി നമ്പറൊക്കെ കൊടുക്കാം. നമുക്കിവിടെ ഡയറക്റ്റ് സേവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ ബെനിഫിഷ്യറി ലിസ്റ്റ് ആഡഡ് ടു പ്രോജക്റ്റ്, പ്രിപ്പയർ റിക്വസിഷൻ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റിക്വസിഷൻ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് പ്രോസസ്സ് റിക്വസിഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 81 നമ്മുടെ പ്രോജക്റ്റ് നമ്പർ കൊടുത്തു, സെർച്ച് കൊടുത്തു. ആ പ്രോജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ DDO കോഡ് ഇത് തന്നെയാണോ, പഞ്ചായത്തിന്റെ DDO കോഡാണ്, അത് ഇത് തന്നെയാണോ നോക്കുന്നു. കറക്റ്റാണ്. നമ്മൾ ഓക്കെ കൊടുത്തു. താഴേക്ക് വരുമ്പോൾ ഇവിടെ ധനസ്രോതസ്, സോഴ്സ് ഓഫ് ഫണ്ട്, നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഉണ്ടാവും. നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. മെയിൻ്റനൻസ് ഫണ്ട്. ഇവിടെ ആകെ ആവശ്യപ്പെട്ട തുക, നമ്മൾ എത്ര രൂപയ്ക്കാണ് മരുന്ന് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് 2.5 ലക്ഷം രൂപ ഉണ്ട്. നമുക്കതിൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ മരുന്ന് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കൽ ഡിസീസാണ്. ഞാനൊരു 1 ലക്ഷം രൂപയാണ് ഇവിടെ മരുന്ന് വാങ്ങാൻ പോകുന്നത്. 1 ലക്ഷം എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ആ എമൗണ്ട്, ഇതാണ് നമ്മൾ നേരത്തെ മാപ്പ് ചെയ്ത കമ്പനിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ 1 ലക്ഷം രൂപ കൊടുത്തു. ഇവിടെ ടോട്ടൽ എമൗണ്ട് 1 ലക്ഷം രൂപ വന്നു. ഇനി ഇവിടെ ചോദിക്കുന്നു ഗുണഭോക്താവിന്റെ തരം, കോൺട്രാക്ടറാണോ, സപ്ലയർ ആണോ, മറ്റുള്ളവരാണോ. നമ്മളിവിടെ സപ്ലയർ കൊടുക്കുകയാണ്. കാരണം നമുക്ക് മെഡിസിൻ സപ്ലൈ ചെയ്യുന്നയാളാണ്. നമ്മൾ സപ്ലയർ കൊടുത്തു. ബില്ലിന്റെ തരം, പാർട്ട് ബില്ലാണോ, ഫൈനൽ ബില്ലാണോ, അഡ്വാൻസ് ആണോ, ഡിപ്പോസിറ്റ് ആണോ. നമ്മളിവിടെ പാർട്ട് ബില്ലാണ് എടുക്കുന്നത്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടുള്ളൂ. ഇനി 1.5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാർട്ട് ബില്ലെന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ്, റിക്വസിഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി. തീർന്നില്ല. നമ്മളിവിടെ വീണ്ടും പ്രോസസ്സിൽ പോകുന്നു. ഈ റിക്വസിഷൻ നമുക്ക് ഓതറൈസേഷന് വേണ്ടി പഞ്ചായത്തിലേക്ക് അയക്കുകയാണ്. നമ്മൾ സെൻഡ് ഫോർ ഓതറൈസേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ആ പ്രോജക്റ്റ്. നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ നമുക്കിതൊന്നുകൂടെ പരിശോധിക്കാം. വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ കാണാം. എല്ലാം കറക്റ്റാണ്. അക്കൗണ്ട് നമ്പർ എല്ലാം ഓക്കെയാണ്. നമ്മളിവിടെ സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ പ്രസിഡന്റിന്റെ ലോഗിനിൽ എത്തിയിരിക്കുകയാണ്. ആണല്ലോ.
ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഹോം പേജിലേക്ക് പോകാം. അവിടെ ഒരു റിക്വസിഷൻ ഇവിടെ പെൻഡിങ് കിടപ്പുണ്ടല്ലേ? ആ ഒരു റിക്വസിഷൻ, അത് ഇനി ഓതറൈസേഷൻ, അലോട്ട്മെന്റ് ബൈ അക്കൗണ്ടന്റ്, അലോട്ട്മെന്റ് പ്രസിഡന്റ്, അലോട്ട്മെന്റ് സെക്രട്ടറി, ഇവിടെ പ്രൊസീഡിങ്സ് ആയിട്ട് വന്ന് കിടക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ ബില്ലാക്കാൻ പറ്റുന്നത്. ഈ ബില്ലാണ് നമ്മൾ ഇനി എങ്ങോട്ട് അയക്കുന്നത്? ട്രഷറിയിലേക്ക് അയക്കുന്നത്. എന്നാൽ അത് നമുക്ക് സാങ്കിയിൽ നിന്ന് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ബീംസ് 2.0 പോകുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഈ റിക്വസിഷൻ എപ്പോഴാണോ പ്രൊസീഡിങ്സ് ആയി വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തരുന്ന സ്ഥലങ്ങളുണ്ട്, ചില സ്ഥാപനങ്ങളിൽ 2 ദിവസം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ പ്ലാൻ കളക്ടറെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കുക, ഒരു പ്രോജക്റ്റ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഒന്ന് പ്രൊസീഡിങ്സ് ആക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് ചെയ്യും. അത് പ്രൊസീഡിങ്സ് ആയി വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കുന്നില്ല. എനിക്ക് നേരത്തെ തന്നെ ഒരു പ്രൊസീഡിങ്സ് ഇവിടെ വന്ന് കിടക്കുകയാണ്. ആ പ്രൊസീഡിങ്സ് വെച്ച് നമുക്ക് ബാക്കി ചെയ്യാം. ഈ റിക്വസിഷൻ പ്രൊസീഡിങ്സ് ആയി വന്നാലും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഇവിടെ റിക്വസിഷൻ കഴിഞ്ഞു, സെൻഡ് ഫോർ ഓതറൈസേഷൻ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് എന്ത് വന്നത്? പ്രൊസീഡിങ്സ് വന്നത്. ആ പ്രൊസീഡിങ്സ് നമുക്ക് എടുക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, വ്യൂ ചെയ്യുന്നു. വ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒന്ന് നോക്കണമെങ്കിൽ മാത്രം പ്രൊസീഡിങ്സ് ഒന്ന് വ്യൂ ചെയ്തു. അതിനുശേഷം അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തു. അപ്പോൾ പ്രൊസീഡിങ്സ് നമ്മൾ അപ്രൂവ് കൊടുത്താൽ മാത്രമേ ബാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ പ്രോസസ്സ് എടുത്തു. ബിൽ ജനറേഷനാണ് ഇനി ചെയ്യുന്നത്. ബില്ല് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ടിക്ക് ചെയ്തു. വ്യൂ വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ അപ്രൂവ് കൊടുക്കുക. ബിൽ ജനറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബിൽ ടു ട്രഷറിയാണ് അടുത്തത്. ബിൽ ടു ട്രഷറി എന്ന് പറയുന്നത് ട്രഷറിയിലേക്ക് പോകുന്ന ബില്ലുകളാണെങ്കിൽ ബിൽ ടു ട്രഷറി കൊടുക്കുക. ബിൽ ടു LB ഉണ്ട്, ബിൽ ടു ലോക്കൽ ബോഡി. ഓൺ ഫണ്ട് പേയ്മെന്റുകളെല്ലാം നമ്മൾ ട്രഷറിയിലല്ല കൊടുക്കുന്നത്. ആ ബില്ല് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെയാണ്. അതാണെങ്കിൽ ബിൽ ടു LB സെലക്ട് ചെയ്യുക. നമ്മളിത് ബിൽ ടു ട്രഷറിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ബിൽ ടു ട്രഷറി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ബില്ല് വന്നിരിക്കും. നേരത്തെ അത് ബിൽ ടു ട്രഷറി കൊടുത്ത് ആ ഒരു ബില്ല് പോയതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ബില്ലുണ്ടായിരിക്കും. ആ ബില്ലിനെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രഷറിയിലേക്ക് പോയി കഴിയും. ബിൽ ടു ട്രഷറി കൊടുത്തു. ബില്ല് ഇപ്പോൾ ട്രഷറിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയുള്ളത് നമുക്ക് ഇതിന്റെ ഫൈനൽ ബില്ല് എടുക്കുക എന്നുള്ളതാണ്. ഫൈനൽ ബില്ല് എടുക്കുന്നതിന് മുമ്പായി നമുക്കിവിടെ വീണ്ടും ഹോമിൽ പോവുക. ഹോമിൽ പോയതിനു ശേഷം റിപ്പോർട്ട്സിൽ ചെല്ലുക. അവിടെ നമ്മൾ പ്രൊസീഡിങ്സ് ഡൗൺലോഡ് ചെയ്യുക. പ്രൊസീഡിങ്സ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് TR59E, മുമ്പൊക്കെ നമ്മൾ ഇവിടുന്ന് ബില്ലെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. പ്രൊസീഡിങ്സ് മാത്രം ഇവിടുന്ന് എടുക്കുക. ബില്ല് നമ്മൾ ബീംസ് 2.0 നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊസീഡിങ്സ് ഡൗൺലോഡ് ചെയ്യുകയാണ്. നമ്മൾ അവസാനം വന്ന പ്രൊസീഡിങ്സ് ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്, 2.5 ലക്ഷം. ആ പ്രൊസീഡിങ്സ് ഓപ്പൺ ആക്കി ഒന്നുകിൽ നമുക്ക് പ്രിന്റ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്തു, ഡെസ്ക്ടോപ്പിൽ സൂക്ഷിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് ബിംസ് 2.0 ഇവിടെ ബിംസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു. ആദ്യം വരുന്ന ബിംസ് 2.0 നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള സ്ഥലമാണ്. യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ DDO കോഡാണ്. 2 തരത്തിലുള്ള DDO കോഡ് ഉണ്ട് നമുക്കറിയാം. നമുക്ക് ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള, അഥവാ സാംഖ്യ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള DDO കോഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ DDO കോഡ് നമ്മൾ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ക്ലർക്ക് DDOയിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. നമുക്കറിയാം 2 രീതിയിലുള്ള ലോഗിനുകളുണ്ട്. ഒന്ന് ക്ലർക്ക് DDO ലോഗിനും ഒന്ന് DDO അഡ്മിൻ ലോഗിനും. നമുക്ക് ക്ലർക്ക് DDO ലോഗിലാണ് ആദ്യം കയറേണ്ടത്. ക്ലർക്ക് DDOയിൽ കയറി ക്യാപ്ച കൊടുത്തു, ലോഗിൻ ചെയ്യുന്നു. നമ്മൾ ബിംസിന്റെ ഹോം പേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ ബിംസ് 2.0 മാത്രമായി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയച്ച, സാംഖ്യയിൽ നിന്നും അയച്ച ബില്ല് എങ്ങനെ ജനറേറ്റ് ചെയ്ത് ട്രഷറിയിൽ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, ബിൽ ഫ്രം ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് ഇവിടെ വലത് സൈഡിൽ കാണാൻ കഴിയും. നമ്മൾ നേരെ ആക്ഷനിലേക്ക് പോകുന്നു. ഇതാണ് ആ ബില്ല്, 2.5 ലക്ഷം രൂപയുടെ ബില്ലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആക്ഷൻ കൊടുക്കുന്നു. ആക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ബില്ലിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് സെൻഡ് ഫോർ അപ്രൂവലാണ്. ഇവിടെ നമ്മൾ പ്രിന്റ് PDF, പ്രിന്റ് ബെനിഫിഷ്യറി വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം അതിനകത്ത് ഡ്രാഫ്റ്റ് എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. നമുക്കതുകൊണ്ട് ആദ്യം സെൻഡ് ഫോർ അപ്രൂവൽ ചെയ്യാം.
നമ്മളിവിടെ ക്ലർക്കിന്റെ ലോഗിൽ നിന്ന് DDOയുടെ ലോഗിലേക്ക് ഇത് അപ്രൂവലിന് വേണ്ടി അയക്കാൻ പോവുകയാണ്. സെൻഡ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുന്നു. അറിവ് ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ സെൻഡ് ചെയ്യുന്നു. ബിൽ ഈസ് സെൻഡ് ഫോർ അപ്രൂവൽ സക്സസ്ഫുള്ളി. ഇപ്പോൾ എവിടെയായി? DDOയുടെ ലോഗിനിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ പോകേണ്ടത് DDOയുടെ ലോഗിനിലേക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ലോഗൌട്ട് ചെയ്യുന്നു. ഇത് ലോഗൌട്ട് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റീസെറ്റ് ചെയ്യേണ്ടി വരും. DDO അഡ്മിന്റെ ലോഗിനിൽ കയറി നമ്മളിവിടെ ലോഗൌട്ട് ചെയ്ത് തന്നെ പോവുകയാണ്. ലോഗൌട്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും നമ്മൾ ലോഗിൻ പേജിലെത്തിയിരിക്കുകയാണ്. ലോഗിൻ ചെയ്യാൻ പോകുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാണ്? DDO അഡ്മിൻ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം DDO അഡ്മിൻ, അതായത് DDOയുടെ ലോഗിനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നത് DDO ആണ്. ലോഗിൻ ചെയ്തു. ഇവിടെ ബിൽ ഫ്രം ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം ഇത് നേരത്തെ വന്നു പോയിരുന്നു. അത് നമ്മൾ DDOയിൽ കയറി ചെയ്തു. ഇതിപ്പോൾ DDO അഡ്മിൻ ലോഗിനാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്രൂവലാണ്. അപ്രൂവൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ബില്ല് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് അപ്രൂവൽ കൊടുത്തു. ബിൽ അപ്രൂവൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയച്ച ആ 2.5 ലക്ഷത്തിന്റെ ബില്ല് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഗോ കൊടുക്കുന്നു. അപ്പോൾ ഒന്നുകൂടി DDOയ്ക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഡിസിൻ പർച്ചേസ് ടു PHC ആണ്. 2.5 ലക്ഷം രൂപയാണ്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമുക്കറിയാം. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന IHDB എന്ന് പറയുന്ന ആ സ്ഥാപനമാണ്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. 2.5 ലക്ഷം രൂപ നമ്മൾ അവർക്ക് അയക്കാൻ പോവുകയാണ്. ഇവിടെ റിമാർക്സ് ആണ്. അപ്രൂവ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്രൂവ് കൊടുത്തു. സൈൻ ആൻഡ് അപ്രൂവ് എന്നാണ് വന്നിരിക്കുന്നത്. സൈൻ ആൻഡ് അപ്രൂവ് ക്ലിക്ക് ചെയ്യുന്നു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദ സൈനിങ് പ്രോസസ്? 2 രീതിയിൽ നമുക്കിത് ഈ സൈൻ ചെയ്യാം. ഒന്നുകിൽ DSC ഉപയോഗിച്ച് സൈൻ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ DDOയുടെ ആധാർ OTP വെച്ച് ചെയ്യാം. നമ്മളിവിടെ സൈൻ യൂസിംഗ് DSC ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സൈൻ യൂസിംഗ് DSC ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. NACD സൈൻ ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ് ഓർ റണ്ണിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? NACD ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഇതിൽ ഇൻസർട്ട് ചെയ്യുകയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ടോക്കൺ ഇൻസർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യാം. ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ കൺഫേം സൈൻ എന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നു. നമ്മുടെ ബില്ലിന്റെ ഒരു ചെറിയ രൂപം അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ബിൽ റഫറൻസ് നമ്പർ, എമൗണ്ട് എല്ലാം ഉണ്ട്. നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് വേണമെങ്കിൽ സൈൻഡ് ബില്ലിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. ട്രഷറിയിൽ കൊടുക്കാനുള്ളതാണ്. നമ്മളിവിടെ പ്രിന്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബില്ല്. ഇതിൽ BRN ഉണ്ട്, എമൗണ്ട് ഉണ്ട്. എല്ലാം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തേക്കുക. വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സൂക്ഷിക്കുകയാണ്. സേവ് കൊടുത്തു. വീണ്ടും നമ്മൾ ബിംസിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വന്നത്. നമ്മളുടെ ബിൽ എടുക്കുന്നു. ആ ബില്ലിൽ സബ്മിറ്റ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ബിൽ സബ്മിറ്റ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തു. നമ്മൾ കൊടുത്ത ബില്ല് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബില്ലിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ്. ആർ യു ഷ്യൂർ എന്നൊരു ചോദ്യം വന്നു. നമ്മൾ യെസ് പ്രൊസീഡ് ബിൽ എന്ന് കാണിക്കുന്നു. ബിൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ. നമ്മുടെ ബില്ല് ഇപ്പോൾ സബ്മിഷൻ ആയിരിക്കുകയാണ്. മുൻപ് നമ്മൾ ചെയ്ത ബില്ലുകളെല്ലാം നമുക്ക് ഔട്ട് ബോക്സിൽ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇതെല്ലാം നമ്മൾ മുൻപ് സബ്മിറ്റ് ചെയ്തതും മാറിയെടുത്തതുമൊക്കെയായ ബില്ലുകളാണ്. അതിൽ രണ്ടാമത്തെ പേജ് നോക്കിയാൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത ആ ബില്ലിന്റെ PDF നമുക്ക് കാണാൻ കഴിയും. ബില്ലിൽ ഒരു ബെനിഫിഷ്യറി മാത്രമുള്ളതുകൊണ്ട് ആ ബിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇവിടെ നോക്കുക, ചിലതിൽ 2 ബില്ലുകൾ കാണാം PDF. ഒന്നിലധികം ബെനിഫിഷ്യറി ഉള്ള ബില്ലുകളിൽ ബെനിഫിഷ്യറി ലിസ്റ്റാണ് ഒരെണ്ണം നമ്മൾ നേരത്തെ എടുത്ത സൈൻഡ് ബില്ലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിംസിൽ നമ്മുടെ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത്
ബിംസിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ബില്ലും അഥവാ ഒന്നിലധികം ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ ആ ബെനിഫിഷ്യറി ലിസ്റ്റും പിന്നെ നമ്മൾ സാംഖ്യയിൽ നിന്നും നേരത്തെ ഡൗൺലോഡ് ചെയ്തു വച്ചിരുന്ന ആ പ്രൊസീഡിങ്സും കൂടി ടാഗ് ചെയ്ത് ട്രഷറിയിൽ സമർപ്പിക്കുക എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പരമാവധി ആൾക്കാർക്ക് പ്രയോജനപ്പെടും വിധം ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.